ഇസ്രായേലിന് ആയുധം വിൽക്കുന്നതിനുള്ള ലൈസൻസുകൾ മരവിപ്പിച്ച് ബ്രിട്ടീഷ് സിവിൽ സർവീസ്. ആയുധ വിൽപ്പനയ്ക്കായുള്ള ലൈസൻസിന് അപേക്ഷിക്കേണ്ടതില്ലെന്ന് കയറ്റുമതിക്കാരോട് ബ്രിട്ടനിലെ ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇതൊരു ഭരണപരമായ നടപടി മാത്രമാണെന്നും നിയമപരമായ മാറ്റമല്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. ഗാസ സംഘർഷത്തിലെ നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കണക്കിലെടുത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിൻ്റെ അപകട സാധ്യതകളുടെ അവലോകനത്തിന് ശേഷമാണ് തീരുമാനം. 350 ലൈസൻസുകളിൽ 30 സസ്പെൻഡ് ചെയ്തു. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയുടെ കയറ്റുമതി തീരുമാനം ബാധിച്ചേക്കും. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്ന ആശങ്ക കാരണമാണ് നടപടിയെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചു. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനായി വിൽക്കുന്ന ആയുധങ്ങളും ഗാസ ആക്രമണത്തിനായി വിൽക്കുന്ന ആയുധങ്ങളും തമ്മിൽ വേർതിരിക്കുന്നത് നിലവിൽ സങ്കീർണമായ പ്രക്രിയയാണ്. അതിനാൽ ഈ തീരുമാനം നിയമപരമായി ശരിയാണെന്നും ആയുധ കയറ്റുമതി ലൈസൻസിംഗ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞു. നേരത്തെ 2023 ഒക്ടോബർ 7 മെയ് അവസാനത്തിനുമിടയിൽ ഇസ്രായേലിന് 108 തരം ആയുധങ്ങളുടെ കയറ്റുമതി ലൈസൻസുകൾ അനുവദിച്ചതായി സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലൈസൻസുകളുടെ മൂല്യം വെളിപ്പെടുത്തിയിരുന്നില്ല. ലൈസൻസ് നൽകിയാൽ കയറ്റുമതി നടന്നതായി അർത്ഥമില്ലെന്ന് ഡിപ്പാർട്ട്മെന്റ് ക്രിസ്ത്യൻ എയ്ഡിനോട് വ്യക്തമാക്കിയിരുന്നു. ചില ലൈസൻസുകൾ ഉപയോഗിക്കാതെ തന്നെ കാലഹരണപ്പെട്ടേക്കാം. മറ്റുള്ളവ ഭാഗികമായി ഉപയോഗിച്ചതിന് ശേഷവും കാലഹരണപ്പെട്ടേക്കാം. ക്രിസ്ത്യൻ എയ്ഡിൻ്റെ മിഡിൽ ഈസ്റ്റ് പോളിസി മേധാവി വില്യം ബെൽ പറഞ്ഞു. ഇസ്രായേൽ അവലംബിക്കുന്ന രീതികളെക്കുറിച്ചും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയുണ്ടെന്ന് UK വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ബ്രിട്ടന്റെ ആയുധ കയറ്റുമതി ഇസ്രായേലിന് ലഭിക്കുന്ന മൊത്തം ആയുധങ്ങളുടെ 1% താഴെയാണെന്നും അതിനാൽ ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വയം പ്രതിരോധത്തിനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ബ്രിട്ടൻ തുടർന്നും പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു. തീരുമാനം നിരാശാജനകമാണെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റസ് പ്രതികരിച്ചു. 6 ബന്ദികളുടെ മൃതദേഹം ഹമാസിന്റെ ടണലിൽ നിന്ന് ലഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം വന്നതെന്ന് ഇസ്രായേൽ മന്ത്രി പറഞ്ഞു. UK തെരുവുകളിൽ പോലും ഹമാസ് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ UK കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. ഗസയിൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ വ്യാപകമായി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെ വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രായേലിനുള്ള ബ്രിട്ടീഷ് ആയുധ വിൽപ്പന നിർത്തുന്ന പ്രസ്താവനയ്ക്കെതിരെ മുൻ ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ആയുധ കയറ്റുമതി നിർത്തിയാൽ അത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നാണ് ഡേവിഡ് വ്യക്തമാക്കുന്നത്.